നിങ്ങളൊരു അരോണ മത്സ്യത്തിനെ ഭാഗ്യ മത്സ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ലക്ഷങ്ങൾ വിലയുള്ള ഭാഗ്യ മത്സ്യങ്ങളെ വളർത്തുന്ന ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വോമിങ് അല്ലെങ്കിൽ വിരശല്യം. 25 വർഷത്തെ എക്സ്പീരിയൻസില് ഇൻസുലിൻ സിറിഞ്ചില് മരുന്ന് കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. ഒരുപാട് പേര് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? ആഹാരം എടുക്കാതിരിക്കുക, മൂവ്മെന്റിൽ വ്യത്യാസം വരിക, മോഷൻ വൈറ്റ് കളറിൽ പോവുക, ഫുള്ളി ഒരു ഡെസ്പായിരിക്കുക, ഇതാണ് പ്രധാന ലക്ഷണം. അന്നേരം ഈ മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മീനെ പിടിക്കണ്ടേ? മീനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ഈ ഫിഷുകൾ. അതിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അതിനെ പിടിക്കാൻ. അത് നമ്മളെ ഒരു നല്ല കോട്ടൺ തുണിക്കകത്ത് ടവലിനകത്ത് പൊതിഞ്ഞ് സ്കെയിൽസിനൊന്നും കംപ്ലൈന്റ് വരാതെ ഇഞ്ചുറീസ് ഒന്നും വരാതെ എടുക്കുക. ആ ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് ചിലപ്പം അത് ഡെത്തായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം വളരെ പതുക്കെ അതിന്റെ വാ തുറന്ന് നമ്മൾ നേരത്തെ മരുന്ന് സിറിഞ്ചിൽ എടുത്ത് വെച്ചിരിക്കണം. അന്നേരം എടുക്കാൻ നിൽക്കരുത്. എടുത്ത് അതിന്റെ ഗിൽസിലൂടെ മരുന്ന് പുറത്തു പോവാതെ അകത്തോട്ട് ആ തോട്ടിനുള്ളിലേക്ക് ചെല്ലത്തക്ക രീതി വളരെ സ്ലോവില്, ഫാസ്റ്റായിട്ട് അടിച്ചു കൊടുക്കരുത്. വളരെ സ്ലോവില് അതിന് ഇഞ്ചുറീസ് ഒന്നും പറ്റാതെ ഇന്റീരിയൽ ഓർഗാൻസിലൊന്നും ചെന്ന് കയറാതെ ഈ പരുവത്തിൽ ഇത് ചെയ്യുക. പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പയ്യെ പതുക്കെ അവനെ ഇറക്കി വിടുക. ഇറക്കി വിട്ടിട്ട് നമ്മൾ ട്രെസ്സീൽ പോലുള്ള അതിൻ്റെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല എറേഷനും കൊടുത്ത് അതിൻ്റെ ഹാബിറ്റാറ്റിലേക്ക് ഇടങ്ങ് വിടുക. ഈ മരുന്ന് ഫുൾ ബോട്ടിൽ ഒഴിച്ച കംപ്ലൈന്റ് ഒന്നും വരത്തില്ലേ? ഇത് വാട്ടർ കപ്പാസിറ്റി ഒരു 2500 ലിറ്ററിന് വേണ്ടി കാണും. നമ്മളിപ്പം വെള്ളം കുറച്ച് ഒരു 400 ലിറ്ററിന് അടുപ്പിച്ചാക്കി ഇട്ടേക്കുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ.